ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. കുമളിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പരുന്തുംപാറയിലെത്താം. പരുന്തുംപാറ ഒരു അനായകമായൊരു സ്ഥലമാണ്. ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ്. എനിക്ക് വഴി അറിയാത്തത് കൊണ്ട് മുന്നിൽ പോകുന്നൊരു ചേട്ടൻ കണ്ടോ, എനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി വരികയാണ്. അയാൾ വേറൊരു ഉദ്യോഗസ്ഥനാണ്. അയാൾ എനിക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി വരികയാണ്. കണ്ടോ, എത്ര നല്ല മനുഷ്യന്മാരാ നോക്കിയാൽ. ഇത്രയും വലിയ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്ക് ഒരുപാട് ദൂരം, എനിക്ക് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം അയാൾ കൊണ്ട് വിട്ടു തരാമെന്നാണ് പറഞ്ഞത്. ഈ തേയിലത്തോട്ടത്തിൻ്റെ അതിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോയി ഒരു ഡാം നോക്കി പോകുന്ന വഴിക്ക് ഇത്രയും നല്ല മനുഷ്യന്മാർ ഇപ്പോഴും കണ്ടോ. ഒരു പ്രായമായൊരു ചേട്ടനാണ്. വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി വരികയാണ്. നോക്കി പോണതുണ്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. ഇത് പരുന്തുംപാറൻ്റെ എൻട്രൻസ് ആണിത്. കണ്ടോ, പരുന്തുംപാറ. ഇതൊരു ലൊക്കേഷൻ, നല്ലൊരു ലൊക്കേഷനാണ്. ഇത്ര മനോഹരമായൊരു ലൊക്കേഷനാണെന്നറിയാമോ. ഇത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് നമ്മൾക്ക് വരുമ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. വെള്ളവും എല്ലാം. ഇവിടെ എല്ലാ സാധനത്തിനും 10 രൂപ അവർ എക്സ്ട്രാ മേടിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, ഒരുപാട് ദൂരെ നിന്ന് നമ്മൾക്കിത് തൂക്കിപ്പിടിച്ച് വരണം ഇവിടേക്ക്. പെട്രോൾ അടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് വിറ്റിട്ട് അവർക്കൊന്നും മുതലാകില്ല. ഇത്രയും ദൂരെ നിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവരണം. അത് കാരണം കൊണ്ടാണ് അവർ 10 രൂപ എക്സ്ട്രാ എടുക്കുന്നത്. എന്തിനാണെങ്കിലും ഇവിടുത്തെ കച്ചവടക്കാർ നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ഞാൻ ഈ കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറയുകയും ചെയ്തു, ചേട്ടാ ഇന്നമാതിരി ഞങ്ങൾക്കൊരു 10 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ എന്നെ കൂട്ടി വെക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യൻ. അത് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ ഇവർ വണ്ടിയിൽ കൊണ്ടുവരുന്നതല്ലേ, അതിൻ്റെ വെഹിക്കിളിൻ്റെ ചാർജും കൊടുക്കണ്ടേ. അപ്പോൾ അവർക്കൊന്നും കിട്ടില്ല. എന്തിനാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചായയും കോഫിയും എല്ലാം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റാണ്. എത്ര വലിയ വ്യൂ പോയിൻ്റാണ്. ശരിക്കും ഒരു വലിയൊരു കൊക്കയാണ് ഈ കാണുന്നത്. ഒരുപാട് താഴ്ചയുള്ളൊരു കൊക്കയാണ്. കണ്ടോ, ആ ഒരു സ്ഥലം കാണുന്നുണ്ടോ. അവിടെ ആളുകൾ അവിടെ ഇറങ്ങിപ്പോയി അവിടെ നിൽക്കാൻ പാകത്തിനടക്കം ഇവിടെ ഈ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദൂരം കൂടെ താഴെ ഇറങ്ങി അവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതേപോലെ യാത്രയിൽ നമ്മൾക്ക് പല ഭാഗങ്ങളും പല രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. സുഹൃത്തുക്കളെ, ഈ സ്ഥലങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിക്കുക. എന്തൊരു ആശ്വാസമാണ് ഇവിടെ നല്ലൊരു മനസ്സമാധാനം കൂടെ. കുറേ നേരം ഇങ്ങനെ പ്രകൃതിയും ആസ്വദിച്ചിട്ട് കുറേ സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ. മനസ്സിന് നല്ലൊരു കുളിർമ. യാത്രയിൽ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ യാത്രയിൽ പരിചയപ്പെടാം, കുറേ സ്ഥലങ്ങൾ കാണാം. മനസ്സിലൊരു ആശ്വാസമാണ്. ടെൻഷനായിട്ടിരിക്കുന്നവർക്കൊക്കെ ഇവിടേക്ക് വന്ന് ഇങ്ങനെ സൂയിസൈഡ് പോയിൻ്റാണ്